ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിൽ കടുവയെ വീണ്ടും കണ്ടുവെന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുണ്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും അതിന്റെ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ കടുവയെ കണ്ട പ്രദേശം അത് ജനവാസ മേഖല തന്നെയാണോ? എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ? വീണ്ടും ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കടുവയെ കണ്ടിരിക്കുന്നത് പ്രജിൻ. കഴിഞ്ഞ ദിവസം ഈ കൂട് ഉൾപ്പെടെ സ്ഥാപിച്ച മേഖലയിൽ നിന്നൊരു 300 മീറ്റർ മാറിയാണ് വീണ്ടും ഈ ആളുകൾ, ഗ്രാമ്പിയിലെ ആളുകൾ ഈ കടുവയെ കണ്ടതായി വനംവകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. കൂട് ആവശ്യമെങ്കിൽ ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഗ്രാമ്പിയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. ഈ കടുവ കൂട്ടിലാകാതെ യാതൊരു രക്ഷയുമില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവിടുത്തെ സ്കൂളുകൾക്ക് താൽക്കാലിക അവധിയാണ്. മാത്രമല്ല ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ കടുവയെ കണ്ടതിന് ചുറ്റുപാടുള്ള എസ്റ്റേറ്റിൽ ജോലിക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ കടുവ ഭീഷണി ഉയർത്തിക്കൊണ്ട് അവിടെ തുടരുകയാണ്. എന്തായാലും അടിയന്തരമായിട്ടുള്ള ഒരു നടപടി വനംവകുപ്പ് സ്വീകരിച്ചേക്കും എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ അവിടെ കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമ്പി നേരത്തെ കണ്ടായിരുന്നു, നേരത്തെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോയി പിന്നെ വീണ്ടും രണ്ടാമതാ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അവിടെ കറങ്ങുന്നുണ്ട് ആള്.